ഇപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക ഇത് തന്നെയായിരിക്കും പ്രധാന ലക്ഷ്യം. മധുര പ്രതികാരം എന്നാണ് ആദ്യ പ്രതികരണം നടത്തിയത്. ആ മധുര പ്രതികാരമാണോ നിങ്ങൾ നടത്തിയിരിക്കുന്നത്? മധുര പ്രതികാരം എന്ന് വ്യാഖ്യാനിക്കായിരിക്കും അല്ലേ. ഇത് അതിലുപരിയായി ഞങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു, ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു. ആ ഒരു അംഗീകാരത്തിന് ഉള്ള അംഗീകാരം ഇപ്പോൾ ഞങ്ങൾക്ക് UDF നേതൃത്വം തന്നിരിക്കുന്നു. അത് അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഈ അവസാന മണിക്കൂറിലേക്ക് വരെ ചർച്ച പോയതാണ് രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുന്നത്. അതെന്താണ് അങ്ങനെ അത്രയും നീണ്ടുപോയ ചർച്ച? അത് സ്വാഭാവികമായി ഇപ്പം പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ചർച്ച നടക്കുന്നതല്ലേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ ആദ്യം തൊഴിൽ പറയുന്നു, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പല ചാനലുകളിലും ഒക്കെ ഓൺലൈൻ ചാനലുകളൊക്കെ തെറ്റിദ്ധാരണകരമായ പല വാർത്തകൾ വന്നിരുന്നു. ഞങ്ങൾ ഇരു മുന്നണികൾക്കും ഉൾക്കൊള്ളാനാവാത്ത ഡിമാൻഡുകൾ വെച്ചു, അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ വെച്ചത്. അത് പൂർണ്ണമായി തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഒരു പ്രശ്നത്തെയോ ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡ് പറഞ്ഞുകൊണ്ട് ഒന്നുമായിരുന്നില്ല ഈ ചർച്ചകൾ നീണ്ടുപോയത്, വിവിധ കാരണങ്ങളാൽ. അതൊരു പക്ഷേ UDFൽ അവർക്കൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കേണ്ടത്. കാരണം ഞങ്ങളുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു തർക്കമോ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും ഞങ്ങളെ വിശ്വസിക്കുകയും ഞങ്ങൾ അവരെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു തീരുമാനമാണ്. അതിലുപരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാർഡ് ജനസഭ കൂടിയപ്പോൾ ഭൂരിപക്ഷം പേരും ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം, അവരെയാണല്ലോ ഞങ്ങൾ കണക്കാക്കേണ്ടത്, അവർ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശവും അവരുടെ ആഗ്രഹവും ഇതായിരുന്നു. അവരുടെ ആഗ്രഹത്തിനൊത്ത് ഞങ്ങൾ തീരുമാനമെടുത്തു. ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനൊരു ബലമില്ലാത്ത അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാത്തൊരു ഭരണസമിതിയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയമായി? അല്ല, രാഷ്ട്രീയപരമായി അധികാരത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ അധികാരം അത് അവരുടെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കൂട്ടായി എടുത്തിരിക്കുന്ന ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ വികസന അജണ്ട അത് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയ നേതാവിനും കടിഞ്ഞാണില്ലാത്ത ഒരു ഭരണസമിതി വരുമ്പോൾ ഞങ്ങളുടെ താല്പര്യമനുസരിച്ച്, ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമല്ല, ഞങ്ങളുടെ UDFൻ്റെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ പൊതുവായ അജണ്ട അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും. അഭിനന്ദനങ്ങൾ ദിയ. താങ്ക് യു സോ മച്ച്. എങ്ങനെയായിരിക്കും ഒരു ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകുക? വലിയ ഉത്തരവാദിത്തമല്ലേ? വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ, ഇപ്പം റോഡുകളുടെ ആണെങ്കിലും ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആണെങ്കിലും എല്ലാ അവസ്ഥയും ഒന്ന് പഠിച്ച് ഒരു നല്ലൊരു അടിത്തറ പാകി പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക ഇത് തന്നെയായിരിക്കും പ്രധാന ലക്ഷ്യം. പിന്നെ ഇപ്പം യുവജനങ്ങൾക്കാണെങ്കിൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, ഓൾഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഹെൽത്ത് എങ്ങനെ ബെറ്റർ ആക്കാം, അവർക്ക് അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക, ഇങ്ങനത്തെ കുറേ പ്ലാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക തന്നെയായിരിക്കും എൻ്റെ ലക്ഷ്യം. ബിജോടാ, എങ്ങനെ കാണുന്നു? അവസാനം നിങ്ങൾ കിങ് മേക്കറായി മാറി. അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാവോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. ചർച്ചകൾ നിങ്ങളൊക്കെ ജനസഭയിൽ പങ്കെടുത്തവരാണല്ലോ. അപ്പോൾ അതിനകത്ത് ഉയർന്നു വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആദ്യം UDFുമായിട്ട് തന്നെ സംസാരിക്കണമെന്നായിരുന്നു. അതനുസരിച്ച് നമ്മൾ UDF നേതാക്കളുമായിട്ടും സംസാരിച്ചു. അപ്പോൾ മാന്യമായ ഒരു ഒത്തുതീർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളുടെ വാശി കൊണ്ടൊന്നും അല്ല ഈ ചർച്ച നീണ്ടും പോയത്. തീർച്ചയായിട്ടും മുന്നണികൾക്ക് അവരുടെ ഘടകകക്ഷികളുമൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്തൊരു ഭാഗമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്താണെങ്കിലും എല്ലാം ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു. ദിയയ്ക്ക് നല്ലൊരു അവസരം മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഉള്ള ധാരാളം ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശം അനുസരിച്ച് ദിയയ്ക്ക് നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. താങ്ക് യു. എന്തായാലും പാലായിലെ സസ്പെൻസ് അവസാനിച്ചിരിക്കുന്നു. ദിയ പുളിക്കാക്കണ്ടം നഗരസഭാ അധ്യക്ഷയായി നാളെ മത്സരിക്കും. മറ്റ് പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ദിയ പുളിക്കാക്കണ്ടം ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. അനന്ത് സുരേഷിനോടൊപ്പം പാലായിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.